ഹൈദരാബാദ് ചോയ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാനും വേണ്ടി പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുട്ടാണ്. ഇത് റാഗി പുട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പുട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്, അത് എങ്ങനെയാണ് പാക്കറ്റിൽ വരുന്നത് എന്നുള്ള വളരെ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് റാഗി പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ റാഗിയുടെ സേമിയ വേണം. ഇതുപോലെ പാക്കറ്റിൽ വരുന്നതാണ്. 400 ഗ്രാമിന് 62 രൂപ വിലയാണിത്. ഇത് റാഗി സേമിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ നീളത്തിലുണ്ടാവും. ഇത് നാട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്ട്സാണ്. നമ്മുടെ കോട്ടയത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ട്സാണ്. നമ്മുടെ നാട്ടിലെല്ലാം അവൈലബിൾ ആണിത്. ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് രാവിലത്തെ ടിഫിൻ ബോക്സ് ആയിട്ട് കെട്ടിക്കൊടുക്കാനും വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് അമ്മുവിന് രാവിലെ ടിഫിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ റാഗി സേമിയയാണ്. ഇത് ഇതൊരു പാക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനിയും വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയത്, നമ്മളിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തു. ആ പാത്രത്തിലേക്ക് നമ്മളുടെ സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല കട്ടിയായിട്ടുള്ളൊരു സേമിയയാണിത്. ഇത് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും ഇട്ട് വെക്കണ്ട. 1 മിനിറ്റ് മതി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നും വാരി വെള്ളം പോകാൻ വേണ്ടി വെക്കാം. നമുക്കിതുപോലത്തെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇത് വാരി വെച്ച് കൊടുക്കാം. ഒരുപാട് സമയം വെള്ളത്തിലിടരുത്. 1 മിനിറ്റ് നേരെ ഇടാവുള്ളൂ. അതൊന്ന് കുതിർന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ച് നല്ലതുപോലെ വെള്ളം കളഞ്ഞെടുക്കാം. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. ഇതിൻ്റെ വെള്ളം ഒന്ന് പോകട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. അത്യാവശ്യത്തിന് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നല്ലപോലെ കുതിർന്ന് നനഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു കുറച്ച് ഉപ്പ് മതി. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നതൊക്കെ പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ തേങ്ങയും വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യണം. ഇനിയും ചെയ്യേണ്ടത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ ഇളക്കിയെടുക്കുക. തേങ്ങയും ഉപ്പും എല്ലാം അവിടെ നിന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പം തന്നെ നമ്മുടെ പണി കഴിയും. ഈ സേമിയ കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം, പുട്ടും ഉണ്ടാക്കാം. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണിത്. വളരെ ഹെൽത്തിയാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ അപ്പച്ചമ്പിൽ വെച്ച് നമുക്ക് ആവി കയറ്റി സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിനി ഇത് അപ്പച്ചമ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പച്ചമ്പിൽ. നമുക്കതിൻ്റെ തട്ടിലേക്ക് ഇനി നമ്മുടെ പുട്ടിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ആവി കയറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റിന് ആവി കയറട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ആവി കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടി വേവിക്കാം. ഒരു 4-5 മിനിറ്റ് മതിയാവും. അന്നേരത്തേക്കും നമ്മുടെ പുട്ട് റെഡിയാണ്. ഇത് അധികം വേവൊന്നുമില്ല. നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമ്മളുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് പഴവും ഒന്നും ആവശ്യമില്ല, നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ കൂടെ കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പഞ്ചസാര ഇട്ടാണെങ്കിലും കഴിക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇതുപോലെ പാക്കറ്റ് വാങ്ങിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചെറിയ ഇടവേള. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.